എന്നെ ഇങ്ങോട്ടാ വിളിക്കുന്നേ? ശരി, വന്നു നോക്കാം. അവരെന്താണാവോ പറയുന്നത്? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഈ കാര്യത്തിൽ ഒട്ടും അശ്രദ്ധ പാടില്ല. ഇവിടുന്ന് കോളേജ് ഒഴിപ്പിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരൊരിക്കലും കോളേജ് ഒഴിഞ്ഞു പോകത്തില്ലെന്നേ. ഡോക്ടർ നോയ്ക്ക് നോ എന്ന് കേൾക്കുന്നത് തന്നെ ഇഷ്ടമില്ല. ഈ ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കണം, ഒഴിപ്പിച്ചേ പറ്റൂ. കാരണം ഈ നഗരത്തിലുള്ള സൗകര്യം പോലെ എവിടെയും കാണില്ല. കടലുണ്ട്, നദികളുണ്ട്, മലകളുണ്ട്, മൈതാനങ്ങളുണ്ട്, കാടുകളുണ്ട്. ഒരു മനുഷ്യ റോബോട്ട് ഉണ്ടാക്കുവാനായിട്ട് എനിക്ക് നദിയുടെയും കടലിന്റെയും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഫാക്ടറി നിർമ്മിക്കും. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ ഒഴിപ്പിക്കും? അവര് സ്വന്തം വീട് വിട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ നോയിന് നോ എന്ന് കേൾക്കുന്ന ശീലമില്ലെന്ന് അറിയാലോ നിനക്ക്. ചെല്ലു, ഗ്യാസ് മാസ്ക് ഇട്ട് വേഗം ചെല്ലു. എന്നിട്ട് നഗരം മുഴുവൻ ഗ്യാസ് തുറന്നു വിടൂ, വേഗം. ആ ഗ്യാസ് ശ്വസിച്ച് അവിടെയുള്ള എല്ലാവരും മുകളിലേക്ക് പോയിക്കൊള്ളും. അങ്ങനെ ഈ നഗരം എന്റേത് മാത്രമായി തീരും. ഇവര് അപകടം പിടിച്ച ആൾക്കാരാ. ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും തടഞ്ഞേ പറ്റൂ. നിങ്ങളൊക്കെ എവിടെ തന്നെ നിന്നോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഹലോ, ലഡു സിംഗ് സർ. ലഡു സിംഗ് സ്പീക്കിംഗ്. എന്ത്? ഓ നോ, എന്റെ അടുത്ത് ഗ്യാസ് മാസ്ക് ഇല്ല ശിവ. ശരി ശരി ശിവ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നോളാം. കുട്ടി, നീ എന്തായി ചെയ്തത്? മര്യാദക്ക് എന്റെ മാസ്ക് തിരിച്ചതാ. അങ്കിൾ, കുട്ടിയെന്ന് വിളിക്കരുത്. കുട്ടിയെ പിന്നെ കുട്ടീന്ന് വിളിക്കാണ്ട് പിന്നെ എന്തോന്ന് വിളിക്കണം? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എന്താണ് നീ കാണിക്കുന്നത്? ആ കുട്ടി ഞങ്ങളെ ഒരുപാട് തല്ലി, ഞങ്ങളുടെ മാസ്ക് ഒക്കെ തട്ടിയെടുത്തു. കുട്ടി, മര്യാദയ്ക്ക് മാസ്കിങ് തരൂ. കുട്ടീന്ന് വിളിക്കല്ലേ ഡോക്ടറിനോ, കുട്ടീന്ന് വിളിക്കല്ലേ. അവന്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും. ശിവ എന്നാ പേര്. ശിവ, സോറി, ആ മാസ്കിങ് തരൂ. അവിടെയല്ല, മര്യാദക്ക് ഇങ്ങോട്ട് വന്ന് നിന്നേ. ഇങ്ങോട്ട് വരാൻ എല്ലാരും ഹാൻഡ്സ് അപ്പ്. ഞാനാണ് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്.
മര്യാദക്ക് വരിയിൽ നിന്ന് വണ്ടിയിൽ കയറിക്കൊള്ളാം. ഇപ്പൊ തൊട്ട് നിങ്ങൾ എല്ലാവരും സർക്കാരിന്റെ ഗസ്റ്റ് ആണ്. വേഗം വണ്ടിയിൽ കയറിക്കൊള്ളാം, വേഗം. ലഡ്ഡു സിംഗ്, കൂട്ടായാലും ശത്രുതയായാലും അവരൊക്കെ എനിക്ക് സമാനമായിരിക്കണം. ഞാനൊരു ഗ്രേറ്റ് ശാസ്ത്രജ്ഞനാണ്. ഞാൻ 2 രാജ്യങ്ങളെയും തമ്മിൽ യുദ്ധം ചെയ്യിപ്പിക്കാറുണ്ട്. അവിടുത്തെ നിയമങ്ങളൊക്കെ തകിടം മറിക്കാറുമുണ്ട്. നിങ്ങൾ വെറും ഒരു പോലീസുകാരനല്ലേ? നീയാണോ എനിക്ക് ശത്രുവാകാൻ പോകുന്നത്? 2 ദേശത്തെയും കണക്ട് ചെയ്യുന്ന ആളാണെന്നോ? ഓ സാറിന് എത്ര വലിയൊരു മനസ്സാണ്. എനിക്ക് സാറിനോട് വിരോധം കാണിക്കാൻ കഴിയില്ല. സാർ പോയിക്കോളൂ സാർ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഇത് എന്തായി ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് ഇവരെ അറസ്റ്റ് ചെയ്യൂ. നിങ്ങൾ എന്താ മറന്നുപോയോ? ഇവരൊക്കെ വേദ സിറ്റിയെ നശിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാണ്. ഓക്കേ, ഹാൻഡ്സ് അപ്പ്. വേദ സിറ്റിയിൽ ലഡ്ഡു സിംഗ് ഉള്ളിടത്തോളം കാലം ആർക്കും അങ്ങനെ തട്ടിപ്പ് ചെയ്യാൻ കഴിയില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജയിലിനകത്ത് പോയി പറയാം. ഡോക്ടർ നോയിനെ ഇട്ട് പൂട്ടാനുള്ള ജയിലൊന്നും ഈ ലോകത്തിൽ ഇന്ന് വരെ ആരും നിർമ്മിച്ചിട്ടില്ല. എന്താണ് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടേ? ഞാൻ തന്നോടുള്ള പറയണ മര്യാദയ്ക്ക് നിന്നവിടെ. തന്നെ എങ്ങോട്ട് പോവാൻ ഞാൻ അനുവദിക്കില്ല. ഡോക്ടർ നോയിന് നോ എന്ന് കേൾക്കുന്ന ശീലമേ ഇല്ല ഇൻസ്പെക്ടർ. താൻ കണ്ടോ ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഒന്ന് നിന്നേ. പോലീസുകാരെ പറ്റിച്ചങ്ങനെ രക്ഷപ്പെട്ടു പോവാൻ പാടില്ല. നിക്കാനല്ലേ പറഞ്ഞ്. എടോ വണ്ടി നിർത്തണോ? ഈ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വളരെ ബുദ്ധിമുട്ടാണ്. എടോ വണ്ടി നിർത്ത്. വണ്ടി നിർത്ത. എടോ ഒന്ന് വണ്ടി നിർത്തണോ? എടോ വണ്ടി നിർത്തണോ? ഈ വണ്ടിക്ക് ബ്രേക്കില്ലേ? എടോ തന്നോടുള്ള വണ്ടി നിർത്താൻ പറഞ്ഞ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ. എടോ ഇങ്ങനെ ചോദ്യം ചോദിക്കാതെ താൻ ഇതിൽ നിന്ന് എന്നെ ഒന്ന് ഊരി എന്നെ പിടിക്കേ. ഡോക്ടർ നോയുടെ പ്ലാൻ ഫെയിലാക്കി കളഞ്ഞിരിക്കുന്നു. ഒരു പീറ കുട്ടി. അവൻ ഡോക്ടർ നോയെയാണ് ചാലഞ്ച് ചെയ്തിരിക്കുന്നത്. ചലോ, എന്നിട്ട് എന്റെ റോബോമോനെ കൊണ്ടുവരൂ. ചലാൻ. ഇതെന്താ? പെട്ടെന്ന് ഇതിനെ അസംബിൾ ചെയ്യൂ. സാറേ, ഇത് റെഡിയായി കഴിഞ്ഞു. ഇതിൽ ശിവയുടെയും ലഡ്ഡു സിംഗിന്റെയും ഡാറ്റ ഫീഡ് ചെയ്യൂ. ഈ റോബോ ചെന്ന് അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഥ തീർക്കട്ടെ. എന്റെ കാറ് കൊണ്ട് പോയേ. ഓടിവായോ. ഒരു അപകടകാരിയായ ക്രിമിനൽ ജയിലിൽ ചാടിയെന്നോ? എങ്ങനെ സംഭവിച്ചു? പറയൂ സർ. ആക്ച്വലി ഇതിൽ എന്റെ കുറ്റം ഒന്നും ഇല്ല കേട്ടോ. ഇത് സംഭവിക്കാൻ കാരണം ജയിലിന്റെ മതിലിന് ഉറപ്പുണ്ടായിരുന്നില്ല. ലഡ്ഡു സിംഗിന്റെ തീരുമാനങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ ജയിലിന്റെ മതിലുകൾ വളരെ ദുർബലമായി പോയി. അതുകൊണ്ട് കള്ളൻ രക്ഷപ്പെട്ട് കളഞ്ഞു. പക്ഷെ അവൻ ഏതുവരെ പോകും? ഈ ലഡ്ഡു സിംഗ് ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതിനെ കുറിച്ച് ചിന്തിക്ക പോലും ഇല്ല. എന്നെ അത്രയ്ക്ക് പേടിയാണ്. ഞാൻ എല്ലാവരും പിടിച്ചിരിക്കും. എന്നിട്ട് എല്ലാവരും ജയിലിനകത്ത് ഞാൻ പൂട്ടിയിടും. നിങ്ങൾ കണ്ടോ?
ഈ ലഡ്ഡു സിംഗിന്റെ കയ്യിൽ നിന്ന് ഒരു കുറ്റവാളിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ അത്രയ്ക്കും അലേർട്ടാണ്. ഏത് ശിവ? എന്ത് ശിവ? ഈ ശിവയെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് പോലില്ല. വിട് എന്നെ വിടാൻ. പെടാറാം, പെടാറാം, നീ അവരെ പിടിക്കേ. എന്റെ അമ്മോ വേണ്ട സാറേ, ഒന്ന് വേഗം വന്നേ. വേഗം വണ്ടി എടുക്ക്. ഓടി വായോ. എടാ ശിവ, നീ ഇത് എവിടെയാണ്? ഇവിടെ ഒരു പയൽവാൻ വന്നിട്ടുണ്ട്. അയാൾ നിന്നെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. ലഡു സിംഗ് സാറേ, ഞാൻ ഇപ്പൊ തന്നെ എത്താം. വേണ്ട ശിവ, ഇങ്ങോട്ട് വരണ്ട. നീ വരരുത്. ഞാൻ ആദ്യമായിട്ട് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാണ്, നീ വരരുത്.